ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ ട്രാൻസിസ്റ്റർ ബയാസിംഗ് എന്ന ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം ട്രാൻസിസ്റ്റർ ബയാസിംഗ് എന്നതിൻ്റെ അകത്തേക്ക് കടക്കുന്നതിൻ്റെ മുന്നേ ആദ്യം നമുക്ക് ബയാസിംഗ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് സെമ്മിൻ്റെ അകത്ത് ബയാസിംഗ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ബയാസിംഗ് എന്ന് പറയുന്നത്? ഇപ്പോൾ ബയാസിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ വോൾട്ടേജ് നമുക്ക് പല തരത്തിൽ കൊടുക്കാം. അപ്പോൾ ദ മെത്തേഡ് ഓഫ് പ്രൊവൈഡിങ് ദ എക്സ്റ്റേണൽ വോൾട്ടേജസ് ഫോർ ദ ഓപ്പറേഷൻ ഓഫ് എൻ ഇലക്ട്രോണിക് ഡിവൈസ് ഈസ് കോൾഡ് ബയാസിംഗ്. നമുക്ക് പല തരത്തിൽ നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പി എൻ ജംഗ്ഷൻ ഡയോഡിലേക്ക് ബയാസിംഗ് എക്സ്റ്റേണൽ വോൾട്ടേജ് കൊടുത്തിട്ടുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ട് തരത്തിൽ ഫോർവേഡ് ബയാസിങ്ങും റിവേഴ്സ് ബയാസിങ്ങും. ദെൻ നമ്മൾ എൻ പി എൻ ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ പി എൻ പി ട്രാൻസിസ്റ്ററിലേക്ക് നമ്മൾ ബയാസിംഗ് നടത്തുന്ന സമയത്ത് അതിൻ്റെ ബേസ് എമിറ്റർ പോർഷൻ അല്ലെങ്കിൽ കളക്ടർ ബേസ് റീജിയനിൽ കൊടുക്കുന്ന ബയാസിങ്ങിനനുസരിച്ച് 4 ഓപ്പറേഷൻസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ബയാസിങ് ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ അകത്ത് പഠിച്ചിട്ടുണ്ട്. അപ്പം ബയാസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ദ മെത്തേഡ് ഓഫ് പ്രൊവൈഡിങ് എക്സ്റ്റേണൽ വോൾട്ടേജസ് ഫോർ ദ ഓപ്പറേഷൻ ഓഫ് എ ഡിവൈസ്. ബയാസിംഗ് എന്ന് പറയുന്നത്, ഇപ്പം ബയാസിംഗ് നമ്മൾ ഇപ്പം സപ്പോസ് ഒരു എൻ പി എൻ ട്രാൻസിസ്റ്റർ ആണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പി എൻ പി ട്രാൻസിസ്റ്റർ ആണെങ്കിൽ അതിൻ്റെ എമിറ്റർ ബേസ് ജംഗ്ഷൻ അതേപോലെ തന്നെ കളക്ടർ ബേസ് ജംഗ്ഷൻ, 2 ജംഗ്ഷൻ ഉണ്ടായിരിക്കും ഒരു ട്രാൻസിസ്റ്ററിൻ്റെ അകത്ത്. അതിൽ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ് ഷോർട്ടാക്കി വിളിച്ചു, അത്രയേ ഉള്ളൂ. കളക്ടർ ബേസ് ജംഗ്ഷന് ഫോർവേഡ് ബയാസ്ഡ് ആവുന്ന സമയത്ത് നമ്മൾ ഏത് റീജിയൻ ആയിരിക്കും അത് ഓപ്പറേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളത്? സാച്ചുറേഷൻ റീജിയനിൽ ഓപ്പറേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ദെൻ എമിറ്റർ ബേസ് ഫോർവേഡ് ബയാസും കളക്ടർ ബേസ് റിവേഴ്സ് ബയാസ് ആവുന്ന സമയത്ത് ട്രാൻസിസ്റ്റർ ഫോർവേഡ് ആക്റ്റീവ് റീജിയനിലാണ് ഓപ്പറേറ്റ് ചെയ്യുക, ഫോർവേഡ് ആക്റ്റീവ് റീജിയൻ. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസ്. ദെൻ നെക്സ്റ്റ് വൺ രണ്ടും റിവേഴ്സ് ബയാസ് ആവുന്ന കേസ് നോക്കുക. എമിറ്റർ ബേസ് ജംഗ്ഷനും കളക്ടർ ബേസ് ജംഗ്ഷനും റിവേഴ്സ് ബയാസ് ആവുന്ന സമയത്ത് ട്രാൻസിസ്റ്റർ കട്ട് ഓഫ് റീജിയനിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ദെൻ ഫോർത്ത് കേസ് എന്ന് പറയുന്നത് എമിറ്റർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസും കളക്ടർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ്ഡ് ആവുന്ന സമയത്ത് ട്രാൻസിസ്റ്റർ എന്തായിരിക്കും? റിവേഴ്സ് ആക്റ്റീവിലാണ് വർക്ക് ചെയ്യുന്നത്. 4 റീജിയൻ ഓഫ് ഓപ്പറേഷൻ അല്ലെങ്കിൽ 4 മോഡ്സ് ഓഫ് ഓപ്പറേഷൻ. ഈ 4 മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ട്രാൻസിസ്റ്ററിൻ്റെ ബയാസിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരുന്നത്. ഇതിൽ സാച്ചുറേഷൻ റീജിയൻ അതേപോലെ തന്നെ കട്ട് ഓഫ് മോഡൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്വിച്ചിങ് പർപ്പസിൻ്റെ അകത്താണെന്ന് പറഞ്ഞു. ദെൻ ഫോർവേഡ് ആക്റ്റീവ് മോഡ് എന്ന് പറയുന്ന ഈ ഒരു മോഡ്, ഫോർവേഡ് ആക്റ്റീവ് മോഡ് എന്ന് പറയുന്ന എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ് ചെയ്യാം, കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസ് ചെയ്യുന്ന ഈ റീജിയൻ എന്ന് പറയുന്നത് നമ്മൾ ആംപ്ലിഫിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇതാണ് നമുക്ക് ഈ മൊഡ്യൂളിൻ്റെ അകത്ത് നോക്കാനുള്ളത്. ട്രാൻസിസ്റ്റർ ബയാസിങ്ങിൻ്റെ അകത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു റീജിയനാണ്. എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ്ഡ് ആവുന്ന സമയത്ത് കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസും കൊടുക്കുമ്പം അത് ഫോർവേഡ് ആക്റ്റീവ് മോഡ്സ് ഓഫ് ഓപ്പറേഷനിൽ വർക്ക് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മൾ ആംപ്ലിഫിക്കേഷൻ പ്രോസസ്സിനകത്തൊക്കെ യൂസ് ചെയ്യുന്നത്. ഒരു ആംപ്ലിഫിക്കേഷൻ പ്രോസസ്സിനകത്ത് നമ്മൾ യൂസ് ചെയ്യുകയെന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നലിനെ പ്രോപ്പറായിട്ട് ആംപ്ലിഫൈ ചെയ്ത് നമുക്ക് ഔട്ട്പുട്ടിലെടുക്കാൻ പറ്റുന്ന റീജിയനാണ് ഈ ഫോർവേഡ് ആക്റ്റീവ് റീജിയൻ അല്ലെങ്കിൽ ആക്റ്റീവ് റീജിയൻ എന്നൊക്കെ പറയുന്ന റീജിയൻ. അപ്പം ഈ റീജിയനാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. നോക്കിയേ, നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ട്രാൻസിസ്റ്റർ ബയാസിംഗ്. ബയാസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ബയാസിംഗ് ഈസ് അബൌട്ട് സ്റ്റെബിലൈസിങ്. സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തുക. IC and VCE so as to ensure that transistor remains in active region. Transistor remains in
active region for entire range of input signal. For entire range of input signal. ഇതിനകത്ത് എന്താ പറയുന്നത് നമുക്കൊന്ന് നോക്കാം. ബയാസിങ് ഈസ് അബൌട്ട് സ്റ്റെബിലൈസിങ് ഐ സി ആൻഡ് വി സി ഇ. എന്താ കളക്ടർ കറൻറ്റും വി സി എന്ന് പറയുമ്പോൾ കളക്ടർ ടു എമിറ്റർ വോൾട്ടേജ്. ഇപ്പോൾ നമ്മുടെ വോൾട്ടേജ് ഒക്കെ കൊടുത്തു, നമ്മുടെ ബേസ് എമിറ്റർ ജംഗ്ഷനിൽ വോൾട്ടേജ് കൊടുത്തു, കളക്ടർ ബേസ് ജംഗ്ഷനിൽ നമ്മൾ വോൾട്ടേജ് കൊടുത്തു. അങ്ങനെ വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ബേസ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ അവിടെ ഒരു ബേസ് കറൻറ്റ് ഉണ്ടായിരിക്കും. അതിനനുസരിച്ച് എന്തുണ്ടായിരിക്കും, ഒരു കളക്ടർ കറൻറ്റ് ഉണ്ടായിരിക്കും, കളക്ടർ എമിറ്റർ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടായിരിക്കും. അപ്പം നമ്മുടെ ഒരു സർക്യൂട്ടിനകത്ത് ഈ ഐ സി ആൻഡ് വി സി ഇ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തണം. അത് ചേഞ്ച് ചെയ്യാൻ പാടില്ല, കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കണം. ഒരു നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നൽ എത്ര കൊടുത്തോ അത്രയും സമയം എന്ത് ചെയ്യണം, അതവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കണം, ആ ഒരു സ്റ്റെബിലൈസ് ചെയ്ത് നിൽക്കണം. അപ്പോൾ അതാണ് ഈ ബയാസിങ് കൊണ്ട് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഈ ബയാസിങ് നടത്തിയിട്ട് നമ്മൾ ഈ ഐ സിനെയും അതേപോലെ തന്നെ വി സിയെയും നമ്മൾ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. ആക്റ്റീവ് റീജിയൻ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നൽ നമ്മൾ കൊടുക്കുമ്പം ആ എൻ്റെ ആക്റ്റീവ് റീജിയനിൽ എന്തായിരിക്കണം, ഈ ഐ സിയും വി സിയും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കണം. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഒരു ബേസിക് സർക്യൂട്ട് നമുക്ക് എടുക്കാം, ഒരു സിമ്പിളായിട്ടുള്ള ഒരു സർക്യൂട്ട് നമുക്ക് നോക്കാം. അപ്പം ആ സർക്യൂട്ടിനകത്ത് ആർ സി എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ വന്നു, ആർ സി കളക്ടർ, ദെൻ ട്രാൻസിസ്റ്ററിനെ ഗ്രൗണ്ട് ചെയ്തു, അതിൻ്റെ എമിറ്റർ പോർഷൻ ഗ്രൗണ്ട് ചെയ്തു. ദെൻ ആർ സിയിൽ നിന്ന് നമുക്ക് വി സി സി എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് കൊടുത്തു. കളക്ടർ ടു എമിറ്ററിലേക്ക് നമ്മളൊരു വോൾട്ടേജ് കൊടുത്തു, ഇവിടെ ആർ സി. ദെൻ അതിൻ്റെ ബേസിലേക്ക് ആർ ബി എന്ന് പറയുന്ന ഒരു റെസിസ്റ്റർ ബേസിലേക്ക് കൊടുത്തു. ദെൻ ബേസ് വോൾട്ടേജാണ് വി ബി ബി എന്ന് പറയുന്ന ബേസ് വോൾട്ടേജും കൊടുത്തു. വി ബി ബി എന്ന് പറയുന്ന ബേസ് വോൾട്ടേജും കൊടുത്തു. നമുക്ക് വേരി ചെയ്യാം, കളക്ടർ വോൾട്ടേജൊക്കെ വേരി ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഇവിടെ ഐ സി എന്ന് പറയുന്നൊരു കളക്ടർ കറൻറ്റ് ഫ്ലോ ചെയ്യും. ദെൻ ഇതിനൊരു ട്രാൻസിസ്റ്ററിനൊരു ബീറ്റ ഉണ്ടായിരിക്കും, ഇവിടെ ഐ ബി എന്ന് പറഞ്ഞൊരു ബേസ് കറൻറ്റും ഉണ്ടായിരിക്കും. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ബേസ് വോൾട്ടേജ് നമുക്ക് വേരിയബിളാണ്. സോ ബേസ് വോൾട്ടേജ് നമ്മൾ വേരി ചെയ്തൊരു പെർട്ടിക്കുലർ വാല്യൂവിൽ ഫിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ഒരു ബേസ് കറൻറ്റ് അവിടെ ഫ്ലോ ചെയ്യും. ബേസ് കറൻറ്റ് ഫ്ലോ ചെയ്യും, നമ്മൾ വി സി സി ഫിക്സ്ഡ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബേസ് കറൻറ്റ് ഫ്ലോ ചെയ്ത് കഴിയുന്നുണ്ട്. ദെൻ അവിടെ ഏത് കറൻറ്റും ഉണ്ടാവും, ഐ സി എന്ന് പറയുന്ന കറൻറ്റ് ഉണ്ടായിരിക്കും. ദെൻ ഇവിടെ ഐ ഇ എന്ന് പറയുന്ന എമിറ്റർ കറൻറ്റും ഫ്ലോ ചെയ്യും. ദെൻ കളക്ടർ ടു എമിറ്റർ, ഇതിന് പ്ലസ് ടു മൈനസ്, അവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടായിരിക്കും. അപ്പം ഓൺ ആവുന്ന സമയത്ത് 0.3 എന്ന് പറയുന്ന ഒരു വാല്യൂ സിലിക്കൺ ഡയോഡാണെങ്കിൽ അവിടെ ഡ്രോപ്പ് ഉണ്ടായിരിക്കും. അപ്പം ഇങ്ങനെ ഇപ്പം നമ്മൾ വി ബി ബി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഐ ബി അഗെയിൻ ചേഞ്ച് ചെയ്യും, ഐ സി ചേഞ്ച് ചെയ്യും, വി സി ഇ ചേഞ്ച് ചെയ്യും. അപ്പം നമ്മുടെ ട്രാൻസിസ്റ്റർ ഫിക്സ് ചെയ്ത് വെക്കുകയാണ് ഒരു ഫിക്സഡ് പോയിന്റിലേക്ക്. ഐ സിയും വി സി ഇ ഒക്കെ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്, ട്രാൻസിസ്റ്റർ ബയാസിങ് കൊണ്ട് നമ്മൾ ചെയ്യുന്നത്. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതൊരു പ്രോപ്പർ റീജിയനിൽ നമുക്കതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഈ ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷനകത്ത് കളക്ടർ ബേസ് കളക്ടർ എമിറ്റർ, അപ്പം നമ്മുടെ അതിന് കോൺഫിഗറേഷനകത്തൊക്കെ നമ്മൾ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്, ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പം അതിൽ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്കൊന്ന് നോക്കാം. ഈ സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ കളക്ടർ ടു എമിറ്റർ വോൾട്ടേജ് എക്സ് ആക്സിസിലും വൈ ആക്സിസിലേക്ക് നമ്മൾ കൊടുക്കുന്നത് കറൻറ്റാണ്, കളക്ടർ കറൻറ്റ് ഇൻ മില്ലി ആംപിയറും. ഇനി എങ്ങനെയായിരുന്നു നമുക്ക് ഗ്രാഫ് കിട്ടിയിരുന്നത്, നമുക്കിങ്ങനെ ഐ ബി, ഇങ്ങനെ ഗ്രാഫ് 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഐ ബി ബേസ് കറൻറ്റ്, ഐ ബി ഈക്വൽ ടു 0.1 മില്ലി ആംപിയർ വാല്യൂ ഞാൻ എടുത്തതേ ഉള്ളൂ. ദെൻ നമുക്ക് കിട്ടുന്ന വാല്യൂസാണ് ഐ ബി ഈക്വൽ ടു 0.2 മില്ലി ആംപിയർ. ദെൻ എഗെയിൻ കറൻറ്റ് എങ്ങനെ വരും, ഐ ബി ഈക്വൽ ടു 0.3 മില്ലി ആംപിയർ. ഇതേതാണ് കളക്ടർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ്
കോൺഫിഗറേഷൻ, നമ്മുടെ ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻ. ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ ഗ്രാഫ് എങ്ങനെയായിരുന്നു പ്ലോട്ട് ചെയ്യുന്നത്? VBB വാല്യൂ, നമ്മുടെ ബേസ് വോൾട്ടേജ് നമ്മൾ എന്ത് ചെയ്യും? ഫിക്സ് ചെയ്ത് വെക്കും. അപ്പോൾ ഒരു ബേസ് കറണ്ട് ഉണ്ടായിരിക്കും. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ബേസ് കറണ്ട് 0.1, 0.2, 0.3, 0.4, 0.5 അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പം ഓരോ സമയത്ത് നമ്മൾ ബേസ് വോൾട്ടേജ് വേരി ചെയ്യുമ്പോഴും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫിക്സഡ് ആയിട്ടുള്ളൊരു കറണ്ട് ഉണ്ടായിരിക്കും. ആ കറണ്ട് അവിടെ ഫിക്സ് ആക്കി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? IC ആൻഡ് VC ഈ വാല്യൂസ് റീഡിങ് എടുക്കും. ആ റീഡിങ് എടുത്ത് നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ തരത്തിലുള്ള വാല്യൂ ഗ്രാഫ് കിട്ടുക. എഗെയിൻ നമ്മുടെ VBB വേരി ചെയ്ത് IB 0.2 മില്ലി ആംപിയർ ആവുന്ന സമയത്ത് IC VC ഈ വാല്യൂസ് വേരി ചെയ്യുക, VC ഈ വാല്യൂസ് വേരി ചെയ്യുക. അതിനനുസരിച്ച് ICയുടെ വാല്യൂസും പ്ലോട്ട് ചെയ്യുക. പ്ലോട്ട് ചെയ്യുമ്പോൾ എഗെയിൻ നമുക്ക് ഗ്രാഫ് IB = 0.3 എന്ന് പറയുന്ന സമയത്തുള്ള ഗ്രാഫ്. ഈ പ്രോസസ്സ് നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ കളക്ടർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞ് നമുക്ക് ഗ്രാഫ് കിട്ടുന്നത്. അപ്പം ഇത് നമ്മൾ എവിടെ പറഞ്ഞു? കോൺഫിഗറേഷൻ, ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷനകത്ത് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സും ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് നമ്മൾ പഠിച്ചതാണ്. ഇനി ഇതിൻ്റെ അകത്ത് നമുക്കൊരു ഫിക്സഡ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് പോയിൻ്റ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇപ്പം ICയും അതേപോലെ തന്നെ ഇതൊക്കെ എന്താവുന്നത്? ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂലേക്ക് എത്തുന്നില്ലേ ഈ പോയിന്റിൽ? അപ്പം വരച്ചതിൽ ചെറിയൊരു ചേഞ്ച് വരുന്നതാണ്. ദെൻ നമ്മുടെ അടുത്ത ഗ്രാഫ് വരയ്ക്കും. ഇങ്ങനെയെല്ലാം വരച്ച് വരുമ്പം ഇവിടെ വാല്യൂസ് ഇങ്ങനെ ഓപ്പറേറ്റിംഗ് പോയിൻ്റ് നമുക്ക് കിട്ടും. ഈ ഓപ്പറേറ്റിംഗ് പോയിൻ്റ് നമുക്കങ്ങ് ജോയിൻ ചെയ്യാം. നമുക്കിതിനെങ്ങനെ അങ്ങ് ജോയിൻ ചെയ്യാം. ഈ ജോയിൻ ചെയ്ത് നമുക്ക് കിട്ടുന്ന വാല്യൂവിനെ നമ്മൾ DC ലോഡ് ലൈൻ എന്ന് വിളിക്കുന്നത്. ഇതിനെയാണ് നമുക്ക് ലോഡ് ലൈൻ എന്ന് വിളിക്കുന്നത്. ലോഡ് ലൈൻ. ഈ ഓപ്പറേറ്റിംഗ് പോയിൻറ്റ്സിന് നമ്മളങ്ങ് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എന്ത് കിട്ടും? ലോഡ് ലൈന് കിട്ടും. അപ്പം ഈ ലോഡ് ലൈനിലാണ് ആക്റ്റീവ് റീജിയൻ നമ്മൾ പറയുന്നത്. ഇപ്പോൾ നോക്കിയേ, ഈ ലോഡ് ലൈന് X ആക്സിസിൽ മീറ്റ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ Y ആക്സിലും മീറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കതിന് ഡീറ്റെയിൽ ആയിട്ട് കിടക്കാം. അതിൻ്റെ മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ നോക്കാനുള്ളത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു IC, IB, VCE, VBE എന്ന് പറഞ്ഞ് കുറച്ച് വാല്യൂസൊക്കെ നമ്മൾ പറഞ്ഞു. VBB വേരി ചെയ്യുന്നതനുസരിച്ച് IB വേരി ചെയ്യും. അപ്പം IBക്ക് അനുസരിച്ച് IC ഉണ്ടായിരിക്കും, VCE ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ ഈ ബയാസിങ് നടത്തുന്ന സമയത്ത് ഈ വാല്യൂസിലൊക്കെയാണ് ചേഞ്ചസ് വരുന്നത്. അപ്പോൾ നമ്മൾ പ്രോപ്പർ ബയാസിങ് നടത്തുമ്പം ഈ കറൻറ്റും വോൾട്ടേജും എന്ത് ചെയ്യും? ഫിക്സ്ഡ് ആക്കിയിട്ട് വെക്കും. അപ്പോൾ ബയാസിങ് നടത്തുന്ന സമയത്ത് എന്താ ഉണ്ടാവുന്നത്? ഈ ഡിവൈസ് ഓൺ ആവും. എന്നിട്ട് ഇതൊരു പെർട്ടിക്കുലർ റീജിയനിൽ ഓപ്പറേറ്റ് ചെയ്യും. ആ ഓപ്പറേറ്റ് ചെയ്യുന്ന റീജിയൻ ആക്റ്റീവ് റീജിയൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ആംപ്ലിഫിക്കേഷൻ അവിടെ നടക്കും. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നലിന് പ്രോപ്പറായിട്ട് വോൾട്ടേജ് ഗെയിനൊക്കെ കിട്ടി നമുക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ടിൽ കിട്ടും. അപ്പം നമ്മളിത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ആംപ്ലിഫയറിൻ്റെ അകത്താണ് യൂസ് ചെയ്യുന്നത്. വീക്ക് സിഗ്നലിൻ്റെ ആംപ്ലിഫിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബയാസിങ് എന്താ നടക്കുന്നത്? ബയാസിങ് turns the device on. Biasing turns the device on. ആദ്യം ഡിവൈസിനെ അങ്ങ് ഓൺ ചെയ്യും. നമുക്കറിയാം ഒരു എക്സ്റ്റേണൽ വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത് ഡിവൈസ് ഓൺ ആവും. ആൻഡ് പ്ലേസ് ഇറ്റ് ഇൻ എ റീജിയൻ where it's operate linearly and provide a constant amount of voltage gain അപ്പം ബയാസിങ് ആദ്യം ഡിവൈസിനെ ഓൺ ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും? ലീനിയർ ഓപ്പറേഷന് വേണ്ടിയിട്ട് അത് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ആ സമയത്ത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വോൾട്ടേജ് ഗെയിനും അതിലേക്ക് പ്രൊവൈഡ് ചെയ്യും. ഇനി ആംപ്ലിഫയർ ഈ ലീനിയർ ഓപ്പറേഷനിലാണ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സപ്പോസ് നമുക്കൊരു ആംപ്ലിഫയറിന് നമുക്കിങ്ങനെ സിമ്പിളായിട്ട് വരയ്ക്കാം. ജസ്റ്റ് ഒരു സിമ്പിൾ വെച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതിലേക്ക് ഇൻപുട്ട് കൊടുക്കുകയാണ്. ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ഒരു സ്മോൾ വീക്ക് സിഗ്നൽ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുത്തു. ദെൻ ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുന്ന സിഗ്നൽ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഔട്ട്പുട്ടിൽ നമുക്ക് എന്ത് കിട്ടും? നമുക്കൊരു ആംപ്ലിഫൈഡ് ആയിട്ടുള്ള സിഗ്നൽ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. നോക്കി, ഇൻവേർട്ടഡ് ആണ് കാണിക്കുന്നത്. അപ്പം സിംഗിൾ സ്റ്റേജ് ആണെങ്കിൽ അവിടെ ഇൻവേർട്ടഡ് സിഗ്നലാണ് വരിക.
അപ്പം നമ്മൾ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടിലേക്ക് സിഗ്നൽ കൊടുത്തു, ഒരു വീക്ക് സിഗ്നൽ കൊടുത്തു, ഔട്ട്പുട്ടിൽ എന്ത് ചെയ്തു, ആംപ്ലിഫൈ ചെയ്ത് കിട്ടും. ഇത് എപ്പോഴാണ് ആംപ്ലിഫയർ ഓപ്പറേറ്റ് ഇൻ ലീനിയർ ഓപ്പറേഷൻ, ലീനിയർ റീജിയൻ അല്ലെങ്കിൽ ആക്റ്റീവ് റീജിയനിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിങ്ങനെ പ്രോപ്പറായിട്ട് ഇങ്ങനെ സിഗ്നൽ കിട്ടും. സപ്പോസ് ഇത് വർക്ക് ചെയ്യുന്നത് കട്ട് ഓഫിലാണെന്ന് കരുതാം. നമ്മുടെ ആംപ്ലിഫയർ കട്ട് ഓഫ് റീജിയനിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് കരുതുക. അപ്പോൾ നമ്മളിങ്ങനെ എടുത്തു ഇതിൻ്റെ ഇൻപുട്ട്, ദെൻ ഔട്ട്പുട്ട്. നമ്മൾ ഇൻപുട്ട് സിഗ്നൽ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഇൻപുട്ട് സിഗ്നൽ, ഒരു വീക്ക് സിഗ്നൽ നമ്മൾ കൊടുത്തു. ദെൻ ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുന്ന സിഗ്നൽ എന്ന് പറയുമ്പം നേരത്തെ പറഞ്ഞു ആംപ്ലിഫൈഡ് സിഗ്നൽ ആയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ ഇതെന്ത് ചെയ്യും, ക്ലിപ്പ് ചെയ്തു പോകും. ഈ ക്ലിപ്പ് ചെയ്യുന്ന പോകുന്നത്, ഇത് ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യുന്നത് കട്ട് ഓഫ് റീജിയനിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, കട്ട് ഓഫ് റീജിയനിലാണ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് പോർഷൻ അങ്ങ് ക്ലിപ്പ് ചെയ്ത് പോകും, കട്ട് ഓഫ് റീജിയനിലാണെന്നുണ്ടെങ്കിൽ. നോക്കിയേ, അപ്പോൾ ട്രാൻസിസ്റ്റർ ആക്റ്റീവ് റീജിയൻ ആണെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് സിഗ്നൽ ഔട്ട്പുട്ടിൽ കിട്ടി. പക്ഷേ കട്ട് ഓഫ് റീജിയനിലാവുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ ഒരു പോർഷൻ അങ്ങ് ക്ലിപ്പ് ചെയ്ത് പോയി. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഒരു കേസും കൂടെ നോക്കാം. ആ കേസ് എന്ന് പറയുന്നത് എഗെയിൻ നമ്മുടെ ആംപ്ലിഫയർ ഒരു സിമ്പിൾ യൂസ് ചെയ്ത് റെപ്രസെൻ്റ് ചെയ്തു. ഇവിടെ ഇൻപുട്ട്, ഹിയർ ഔട്ട്പുട്ട്, ദെൻ നമ്മൾ അതിൻ്റെ ഒരു വീക്ക് സിഗ്നൽ ഇൻപുട്ടിലേക്ക് നമ്മൾ കൊടുത്തു. ദെൻ ഔട്ട്പുട്ടിൽ നമുക്ക് എന്ത് കിട്ടും, ഒരു ആംപ്ലിഫൈഡ് ആയിട്ടുള്ള സിഗ്നൽ കിട്ടും. ആ ആംപ്ലിഫൈഡ് സിഗ്നൽ എന്ന് പറയുന്നത് എന്താവും, കട്ട് ചെയ്ത് പോവും. നോക്കിയേ, ഇനി കട്ട് ചെയ്ത് പോയി. ആ കട്ട് ചെയ്ത പോർഷൻ ഏതാണ്, നെഗറ്റീവ് പോർഷൻ ക്ലിപ്പ് ചെയ്ത് പോയി. ഈ പോർഷനെ നമ്മൾ ഈ കേസിൽ ട്രാൻസിസ്റ്റർ ഓപ്പറേറ്റ് ചെയ്യുന്നത് സാച്ചുറേഷൻ റീജിയനിലാണ്. സാച്ചുറേഷൻ റീജിയനിലാണ് ട്രാൻസിസ്റ്റർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സപ്പോസ് ട്രാൻസിസ്റ്റർ സാച്ചുറേഷൻ റീജിയനിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പം അതിൻ്റെ നെഗറ്റീവ് പോർഷൻസ് എന്ത് ചെയ്തു, ക്ലിപ്പ് ചെയ്തു പോയി. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം, നെഗറ്റീവ് പോർഷൻസ് ക്ലിപ്ഡ് ഓഫ്, നെഗറ്റീവ് പോർഷൻസ് ക്ലിപ്ഡ്. ദെൻ ഫസ്റ്റ് കേസിലായിരുന്നുണ്ടെങ്കിൽ എന്താ ഇവിടെ നടക്കുന്നത്, പോസിറ്റീവ് പോർഷൻസ് ക്ലിപ്ഡ്. ഇവിടെ പോസിറ്റീവ് പോർഷൻസ് ക്ലിപ്ഡ്, പോസിറ്റീവ് പോർഷൻസ് ക്ലിപ്പ് ചെയ്ത് പോയി. പോസിറ്റീവ് പോർഷൻസ് ക്ലിപ്ഡ്, കണ്ടില്ലേ, പോസിറ്റീവ് പോർഷൻസ് ക്ലിപ്പ് ചെയ്തു, നെഗറ്റീവ് പോർഷൻസും ക്ലിപ്പ് ചെയ്തു. അപ്പം ഓക്കെ, ലീനിയർ റീജിയനിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നൽ അതേപോലെ നമുക്ക് എന്ത് ചെയ്യും, ഔട്ട്പുട്ടിൽ കിട്ടും. ഇവിടെ കട്ട് ഓഫ് റീജിയനിലാണെങ്കിൽ പോസിറ്റീവ് പോർഷൻ കട്ട് ചെയ്ത് പോയി, സാച്ചുറേഷൻ റീജിയനിലാണെങ്കിൽ നെഗറ്റീവ് പോർഷൻ കട്ടായി പോയി. സോ നമ്മൾ എന്ത് ചെയ്യും, ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് റീജിയനിൽ വർക്ക് ചെയ്യണം, ലീനിയർ റീജിയൻ അല്ലെങ്കിൽ ആക്റ്റീവ് റീജിയനിൽ വർക്ക് ചെയ്യണം. ഇപ്പം ലീനിയർ റീജിയൻ ഓർ ആക്റ്റീവ് റീജിയൻ എന്ന് പറയുന്നത് ഈ ലോഡ് ലൈനിൽ കിടക്കുന്ന റീജിയനെ നമ്മൾ എന്ത് പറയുക, ആക്റ്റീവ് റീജിയൻ അല്ലെങ്കിൽ ലീനിയർ റീജിയൻ എന്ന് പറയുന്നത്. ഈ ലോഡ് ലൈനിൻ്റെ അകത്ത് വരുന്ന ഈ പോയിൻ്റ് മീൻസ് ഏതാണ്, ഈ ഐ സി ഈക്വൽ ടു ഈ ഐ സി അതേപോലെ തന്നെ വി സി, ഈ 0 ആവുന്ന സമയം ലോഡ് ലൈൻ വൈ ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന ഈ പോയിൻ്റാണ് നമ്മൾ സാച്ചുറേഷൻ പോയിൻ്റ് എന്ന് വിളിക്കുന്നത്. സാച്ചുറേഷൻ പോയിൻ്റ്. അതേപോലെ തന്നെ ലോഡ് ലൈനിൽ എക്സ് ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന പോയിൻ്റിനെയാണ് കട്ട് ഓഫ് പോയിൻ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ലോഡ് ലൈന് എക്സ് ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് കട്ട് ഓഫ് പോയിൻറ്റും വൈ ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് നമ്മൾ സാച്ചുറേഷൻ പോയിൻ്റ് എന്ന് പറയും. അപ്പോൾ കട്ട് ഓഫ് പോയിൻറ്റിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സിഗ്നലിൽ ഔട്ട്പുട്ടിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ പോസിറ്റീവ് പോർഷൻ ക്ലിപ്പ് ചെയ്ത് പോകും. ദെൻ സാച്ചുറേഷനിലാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് സിഗ്നലിൻ്റെ നെഗറ്റീവ് പോർഷൻ ക്ലിപ്പ് ചെയ്ത് പോകും. പക്ഷേ ആക്റ്റീവ് റീജിയൻ അല്ലെങ്കിൽ ലോഡ് ലൈനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, പ്രോപ്പറായിട്ട് സിഗ്നൽ ആംപ്ലിഫൈ ചെയ്ത് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. അപ്പം ഇത്രയാണ് ബേസിക്കായിട്ട് നമുക്ക് ട്രാൻസിസ്റ്റർ ബയാസിങ്ങിലേക്ക് കടക്കുന്നതിൻ്റെ മുന്നേ ജസ്റ്റ് ഒരു ബയാസിങ് നടത്തുമ്പം എങ്ങനെയെന്നുള്ളത് പറഞ്ഞ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ നോക്കാം.